എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. സ്പെഷ്യൽ ഒരു റെസിപ്പിയാണ്. മുഗളായി ചിക്കൻ എന്ന് പറയും, മുഗളായി ചിക്കൻ കറി. ഇതിൻ്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ കാണിക്കാം. 1 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, കാശ്മീർ ചില്ലി പൗഡർ, തൈര് 1/2 കപ്പ്. ഇത്രയിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചിക്കൻ എല്ലാം നന്നായിട്ട് മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. നെയ്യ് 1/2 കപ്പ്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആയാലും മതി. എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി കനം കുറച്ചിട്ട് വേണം അരിയാൻ. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്ത് ഇടൂലേ, ആ ഒരു രീതിയിൽ കരിഞ്ഞു പോവാതെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബ്രൗൺ കളറിൽ. സ്വല്പം ഉപ്പും കൂടി ഇട്ടാൽ മതി, വേഗം ഇതായി കിട്ടും. അപ്പോൾ അത് ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേഗം തന്നെ ഫ്രൈ ആയും കൂടെ കിട്ടും. ഇപ്പോൾ സവാള എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഒരു ബ്രൗൺ കളറിൽ. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഫ്രൈ ചെയ്ത് വെച്ച സവാള എല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നന്നായിട്ടിരുന്ന് ആറണം. അപ്പം ഞാനിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ വേറൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ബദാം കുറച്ചിട്ട് കൊടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. എണ്ണയൊന്നും ഒഴിക്കണ്ട. അതിലേക്ക് നമുക്ക് മുഴുവൻ മല്ലി, ഗ്രാമ്പു, കുരുമുളക്, ചെറുജീരകം, പട്ട, ഉണക്കമുളക് ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി. ഇതാണ് ഈ ചിക്കൻ്റെ മസാലയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് തന്നെ പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ മസാല എല്ലാം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിത് മാറ്റാം. അതിനൊന്ന് ചൂടാറണം. ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ മിക്സിയിലൊന്ന് നന്നായി ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതാണ്. ഞാനപ്പോൾ ഇതൊന്ന് പൊടിച്ച് എടുത്തിട്ട് മാറ്റി വെക്കാം. ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒഴിച്ചിരിക്കുന്ന എണ്ണ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്തില്ലേ, ആ എണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഗീയും ഉണ്ട്, നോർമൽ എണ്ണയും ഉണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കനാണ്. ഒരു 15 മിനിറ്റ് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഓയിലിലിട്ട് ഇതൊന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും നേരത്തെ നമ്മൾ കുറച്ചെല്ലാം ചേർത്തോളൂ. കാശ്മീർ ചില്ലി പൗഡർ കൂടെ ചേർത്ത് അതിനൊപ്പം ഒരു 3 പച്ചമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ആ എണ്ണയിൽ തന്നെ പിന്നെ ആ ചിക്കനിൽ ഇറങ്ങി വരുന്ന വെള്ളവും മാത്രമേ ഉള്ളൂ. ചിക്കനിലേക്ക് ബാലൻസ് ഒരു 1/2 കപ്പ് തൈര് ഉണ്ടായി, അതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമുക്ക് കസ്തൂരി മേത്തി ഉണ്ട്, അതൊരു 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ഇടുന്ന സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ ആ മിക്സ്, അത് മുഴുവൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബദാമും ഉണക്കമുളകൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയുണ്ട്, അത് ഇതിൻ്റെ മേലെ ഒന്ന് ലൈറ്റായിട്ട് പൊടിച്ചാൽ മതി. പൊടിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ചിക്കൻ നമ്മളെപ്പോഴും വയ്ക്കുന്ന ചിക്കനിന് എപ്പോഴും വ്യത്യസ്തമായി നമ്മളൊന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ചിക്കനിൽ തന്നെ പല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് കാഷ്യൂനട്ടിൻ്റെ പൗഡറാണ്. കാഷ്യൂനട്ട് പൊടിച്ചെടുത്താണ്. അത് ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണ്ട. ഇട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. ഒപ്പം ഫ്രഷ് മിൽക്കാണ് അല്ലെങ്കിൽ ഫ്രഷ് ക്രീം, ഇതിലേതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്രഷ് ക്രീമാണ് ഇടുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പെല്ലാം കറക്റ്റാണോ എന്നൊന്ന് നോക്കണം. ഞാൻ ഉപ്പ് നോക്കട്ടെ. സ്വല്പം ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പം നന്നായി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഗളായി ചിക്കൻ റെഡി ആവാറായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതൊന്ന് തിളച്ച് ഒഴുകി വരണം. കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒന്ന് മൂടി ഓപ്പൺ ചെയ്യാം. നല്ല ഇതായി വന്നിട്ടുണ്ട്. കളറൊക്കെ കണ്ടോ, വേറൊരു കളറായി, ഒരു ബ്രൗൺ കളറ്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചൊന്ന് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ചിക്കൻ എല്ലാം കറക്റ്റ് വേവാവും. നമ്മൾ ഗ്രേവിയൊക്കെ ഒന്നും കൂടെ തിക്കാം. ഇപ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നല്ല തിക്കായി വന്നിട്ടുണ്ട്. എന്താ, നല്ലൊരു ടേസ്റ്റാണ് ഈ സംഭവം. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഞാൻ ഓഫീസിലൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. ഇത് ട്രൈ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു അവരൊക്കെ എന്നോട്. അതാണ് ഞാൻ നിങ്ങളെയും കാണിച്ചു തരുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്തു. അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ റെഡിയായി. ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇത് മാറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുഗളായി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ലൊരു റെസിപ്പിയാണ് വരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.